ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പൗത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പൗത്രത്തിൻ്റെ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റേ ശാന്തമായിട്ടുള്ള ഇലക്ഷൻ വർക്കുകളായിരുന്നു രണ്ട് കൂട്ടരുടെ, അതായത് വാസവൻ്റെയും ശ്രീകാര്യം ശ്രീനിവാസിൻ്റെയും ഇലക്ഷൻ വർക്കുകൾ വളരെ ശാന്തമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തിൻ്റെ അമ്മായിയച്ഛനും കൂടെ ഒരുക്കുന്ന ഒരു കെണിയിലായ നമ്മുടെ വരുൺ പോയി പെടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യിച്ചത് വിക്രമാണെന്ന് അവർ വരുത്തി തീർക്കാനുള്ള പരിപാടിയും ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇലക്ഷൻ്റെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്, ശാന്തമായിട്ടുള്ള ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രശ്നമില്ലാണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും തള്ളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു പാട്ടിലൂടെയാണ് ആ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ പ്രേക്ഷകർക്ക്. വളരെ നന്നായിട്ട് തന്നെയാണ് പവിത്രത്തിൻ്റെ ഷൂട്ട് നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാട്ടിൽ കൂടെ രണ്ട് കൂട്ടരുടെ ടീം വർക്കുകളും ഓരോ വീടുകളിൽ കൂടെ കയറി ഇറങ്ങുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും ആയിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം നന്നായിട്ട് തന്നെയാണ് നടത്തിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിലാണ് ഈ ശ്രീനിവാസിൻ്റെ ടീമാണെന്നും പറഞ്ഞ് അവർ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് അവരാവാൻ ചാൻസ് ഇല്ല. കാരണം ഇത് ബുക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ വാസവൻ്റെ ആളുകൾ പോയി പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. ആ പോസ്റ്റർ ഒട്ടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവർ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നലെ ഒത്തുതീർപ്പാക്കിയതാണല്ലോ എന്ന് വരുൺ പറയുന്നുണ്ട്. അതായത് വാസവൻ്റെ മകനും പറയുന്നുണ്ട്, ഞങ്ങൾ ഒത്തുതീർപ്പാക്കിയത് പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും പ്രശ്നങ്ങളായി. പക്ഷെ വളരെ നിസ്സാരമായിട്ടുള്ളൊരു സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് ഈ പുളിക്കൻ ചെയ്യുന്ന പണിയാണ്. പുളിക്കൻ മറ്റവരുടെ നിന്ന് കാശ് മേടിച്ചുകൊണ്ടാണ് എന്താ പറയുകയാണ് ഈ ചാരപ്പണി ചെയ്യുന്നത്. അതായത് ശ്രീകാന്തിൻ്റെ അമ്മായിയച്ഛൻ്റെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടാണ് ഇവരെ രണ്ട് കൂട്ടരെയും കൂടെ അടി കുടിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതായത് ശ്രീനിവാസിൻ്റെ കൂടെ നിൽക്കുന്നുമുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ പുളിക്കൻ ചെയ്യുന്നത്. പലവട്ടവും പുളിക്കൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കും അറിയില്ല ഇവനാണ് അത് ചെയ്യണമെന്നുള്ളത്, ആർക്കും അറിയണമില്ല. അങ്ങനെ ആ സമയത്ത് ഇവൻ ഒരു ഗുണ്ടേനെ കൊണ്ട് വരികയാണ് പുളിക്കൻ. എന്നിട്ട് പോയി കുത്തുക പറയണം. അങ്ങനെ അവൻ പോയി നമ്മളെ വിക്രമിനുള്ള ആ ടൈപ്പ് ഒരു ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കത്തിയെടുത്ത് വരുണിനെ കുത്തുകയാണ്. പിന്നെന്നാണ് നിന്ന് കുത്തുന്നത്. ആ കുത്തിൽ നല്ലോണം അപകടം പറ്റിയിട്ടുണ്ട് നമ്മുടെ വരുണിന്. അങ്ങനെ അപ്പോൾ ഈ പുളിക്കൻ എന്ത് ചെയ്യുമ്പോൾ വിക്രം എന്ന് വിളിക്കുമ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാരണം എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കാരണം വിക്രം എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നീ എന്താടാ ചെയ്തതെന്ന് പറഞ്ഞ പുളിക്കൻ ഓടി വരുന്നുണ്ട്. അപ്പോൾ കൂടി നിന്നവരുടെ മനസ്സിൽ എന്താവും, വിക്രമനാണ് ഇത് ചെയ്തതെന്ന്. പക്ഷെ വിക്രം ഒരിക്കലും തലയിലൊരു തൊപ്പി മുഖം മറിച്ചിട്ട് ഒരിക്കലും ചെയ്യില്ല. വിക്രം ചെയ്യൂല, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ നിന്നൊരു അറിയാം ഇത് വിക്രമാണല്ലോ എന്ന് പരസ്പരം പറയുന്നു.